ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. ആസ്റ്റർ മെഡിസിറ്റിയിലെ എപ്പിലെപ്സി വിഭാഗത്തിൻ്റെയും ന്യൂറോ മെഡിസിൻ്റെയും സീനിയർ മേധാവിയായ ഡോക്ടർ സന്ദീപ് പത്മനാഭനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡോക്ടർ വെൽക്കം. ഹലോ. എപ്പിലെപ്സി എന്താണ്? എപ്പിലെപ്സി എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന് പറയുന്ന ഒരു അസുഖം പലപ്പോഴും പല തരത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് അതിനെപ്പറ്റിയുള്ളത്. ബേസിക്കലി നമുക്ക് സീഷേഴ്സ് അഥവാ ഫിറ്റ്സ് വരുന്നതിനുള്ള പ്രവണതയാണ് എപ്പിലെപ്സി എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഇതൊരു അസുഖം എന്നുള്ളതിനെക്കാട്ടിലും ഒരു അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണം കൂടിയാണ് എപ്പിലെപ്സികൾ. അപ്പോൾ ഇപ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമർ ഒരു അപസ്മാരത്തോടു കൂടി വന്ന് അല്ലെങ്കിൽ ഒരു സീഷറോട് കൂടി വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ട്യൂമർ കാരണം ഉണ്ടാകുന്ന അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം 24 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന സീഷേഴ്സിൽ ഉണ്ടാകുമ്പോൾ അത്തരം രോഗികൾക്ക് വീണ്ടും ഫിറ്റ്സ് വരുന്നതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അതിനെയാണ് എപ്പിലെപ്സി എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കാരണം ഇതുണ്ടാവാം, ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഇതുണ്ടാവാം, പലതരത്തിലുള്ള ജ്വരങ്ങൾ, എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് അങ്ങനത്തെ അസുഖങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവാം, ബ്രെയിനിലുണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ പല കാരണങ്ങളാണ് ഇതിനുള്ളത്. പക്ഷേ എല്ലാത്തിനും നമുക്ക് ചികിത്സ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് ഒരു പക്ഷേ അപസ്മാരം എന്നുള്ളതിന് ഒരു രോഗമായിട്ട് തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നതും ഈവൻ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ? അതായത് അപസ്മാരം ഉണ്ടാവുന്നതിന് ഒരു എപ്പിലെപ്റ്റോജനിസിസ് എന്ന് പറഞ്ഞൊരു ഒരു വ്യത്യാസം നമ്മുടെ ബ്രെയിനിൽ വരികയാണ് ചെയ്യുന്നത്. അതായത് ബ്രെയിനിൽ മാറ്റങ്ങൾ വന്നിട്ട് അപസ്മാരം ഉണ്ടാവുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അത് വരുമ്പോൾ പല ട്രിഗേഴ്സ് ഉണ്ട് അതിന്. അതായത് എന്തുകൊണ്ട് വരുന്നു, അപ്പോൾ ചിലപ്പോൾ കുട്ടികളിലുണ്ടാവുന്ന ഫെബ്രൽ സീഷേഴ്സ്, പനിയുടെ കൂടെ കാണുന്ന സീഷേഴ്സ്, അത് ശരീരത്തിൽ ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് സീഷേഴ്സ് ഉണ്ടാവാം. പലപ്പോഴും പല ട്രിഗറുകളാണ്. മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലർക്ക് ഉണ്ടാവാം അപസ്മാരം, ചിലർക്ക് അസുഖം വരുന്നതിൻ്റെ ഉണ്ടാവാം, പനി കൂടുന്നതിൻ്റെ ഉണ്ടാവാം. പലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ മിസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിൽ അപസ്മാരം അല്ലെങ്കിൽ സീഷേഴ്സ് ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ അപസ്മാരം എന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും അപസ്മാരം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീ പുരുഷ വ്യത്യാസം സാധാരണ കാണാറില്ല. പക്ഷേ സ്ത്രീകളിൽ ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ളൊരു അസുഖമാണ് അപസ്മാരം. കാരണം പലപ്പോഴും അവരുടെ ഓരോ സ്റ്റേജ് ഇൻ ലൈഫിലും പല ഹോർമോണുകളുടെ വ്യത്യാസം കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ലൈഫിൽ തന്നെ ഈവൻ കുട്ടിക്കാലം മുതലേ നമുക്ക് ഈ ഹോർമോണുകളുടെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ആദ്യം ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് മെനാർക്കി എന്ന് പറഞ്ഞിട്ട് പീരീഡ്സ് തുടങ്ങുന്ന ഒരവസ്ഥ, അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈവാഹിക ജീവിതം, അത് കഴിഞ്ഞൊരു ഗർഭാവസ്ഥ, അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഒരവസ്ഥ, അത് കഴിഞ്ഞ് പിന്നീടും ഗർഭം ധരിക്കാം, അത് കഴിഞ്ഞ് ഒരു ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്നുള്ള സ്റ്റേജ്, അത് കഴിഞ്ഞ് വാർദ്ധക്യം. ഇങ്ങനെ പല സ്റ്റേജുകളിലും ഹോർമോണുകൾ പലതരത്തിലാണുള്ളത്. പുരുഷന്മാർക്ക് ഏകദേശം ഒരേ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലാണ്. പല പുരുഷ ഹോർമോൺസും എപ്പിലെപ്സി ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ലതാനും. സ്ത്രീകളിൽ 2 തരം ഹോർമോൺസാണുള്ളത് നമുക്കറിയാം, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെ അപസ്മാരത്തിൻ്റെ മേലെ അല്ലെങ്കിൽ സീഷറിൻ്റെ മേലെയുള്ള ഇൻഫ്ലുവൻസ് വളരെ ഡിഫറൻറ്റാണ്. അപ്പോൾ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് അതായത് സ്ത്രീകൾക്ക് ഈ സീഷേഴ്സ് ഉണ്ടാക്കുന്നതിന് ടെൻഡൻസി കൂട്ടുന്നു. അതേപോലെ പ്രൊജസ്ട്രോൺ വരുമ്പോൾ സീഷറിൻ്റെ ടെൻഡൻസി കുറയുന്നു. അപ്പോൾ ഒരു മാത്രമല്ല ഈ അണ്ടങ്ങളുടെ അതായത് ഓവറിയൻ ഫങ്ഷൻ, ഈ ഫങ്ഷനായിട്ട് വളരെ ബന്ധമുണ്ട് ഈ ഹോർമോൺസിന് താനും. പിന്നെ അപ്പോൾ ഓരോ പ്രായത്തിലും അപസ്മാരത്തിന് അതിൻ്റേതായ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അപസ്മാരം വരുന്നതിനുള്ള സാധ്യത ഭയങ്കര കൂടുതലായി ഈവൻ മെൻസ്ട്രൽ സൈക്കിളിൽ. അപ്പോൾ ഒരു മെനാർക്കി കഴിഞ്ഞിട്ട് ഒരു ടീനേജ് ഗേൾ അല്ലെങ്കിൽ ഒരു യങ് ലേഡി ആണെങ്കിൽ ഒരു 28 ദിവസത്തെ ഒരു ആർത്തവ ചക്രം, അതായത് ഒരു സൈക്കിളിൽ തന്നെ പല സമയത്ത് പല പോലെയായിരിക്കും അപസ്മാരത്തിനുള്ള സാധ്യത കൂടുതൽ. ആദ്യത്തെ ഭാഗം ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ കൂടുന്ന ഫേസാണ്. അപ്പോൾ ആ സമയത്ത് പീരീഡ്സിനോടനുബന്ധിച്ചാണ് സാധാരണഗതിയിൽ സീഷേഴ്സ് കൂടുതലായി കാണാറുള്ളത്. അത് എല്ലാ അപസ്മാരങ്ങളിലും അങ്ങനെയല്ല. ചിലതരം അപസ്മാരങ്ങളിൽ ഇപ്പോൾ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് വരുന്ന എപ്പിലെപ്സി ആണെങ്കിൽ നമുക്ക് ഈ ആർത്തവത്തോട് അതായത് മെൻസസിനോട് പീരീഡ്സിനോട് അടുപ്പിച്ചിട്ടാണ് കൂടുതൽ സീഷേഴ്സ് വരാറുള്ളത്. ചിലതരം സീഷേഴ്സ് ഓവുലേഷൻ, അതായത് 14-ാമത്തെ ദിവസം ഈസ്ട്രോജൻ ഡ്രോപ്പ് ആവുന്ന സമയത്ത് 14-ാമത്തെ 15-ാമത്തെ ദിവസം ആ ഓവുലേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ കാറ്റമീനിയൽ എപ്പിലെപ്സി എന്ന് തന്നെ ഒരു വാക്ക് വെച്ചിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും അത് പണ്ട് വിചാരിച്ചിരുന്നത് അത് ആർത്തവത്തിൻ്റെ കൂടെ മാത്രം വരുന്ന സീഷേഴ്സാണ്. പലപ്പോഴും സീഷറുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ട്രിഗേഴ്സായിട്ട് ഈ ഹോർമോണൽ വേരിയേഷൻസ് നമ്മൾ കാണാറുണ്ട്. ഇതാണ് ആ ഒരു ഇനീഷ്യൽ ഫേസ്. അപ്പോൾ
മാത്രമല്ല നമുക്ക് കൊടുക്കുന്ന പല മരുന്നുകളും ഈ ഹോർമോൺസായിട്ടും പലതരത്തിൽ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യതിയാനങ്ങളും കാണാറുണ്ട്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു ഏർലി സ്റ്റേജിലുള്ളത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക, ഒരു ചെറിയ കുട്ടി എന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ചെറിയൊരു പെൺകുട്ടിക്ക് നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ ഭാവിയിൽ ഈ ഓവറിയൻ ഫംഗ്ഷൻ മോശമാവുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കാരണം ഒരു മരുന്ന് കാരണം ഉണ്ടാവരുത്. അപ്പോൾ പലപ്പോഴും ചിലതരം മരുന്നുകൾ, ഇപ്പോൾ വാൽപ്രോയേറ്റ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അപ്പോൾ പല അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഇത് ഭാവിയിലത്തെ ഓവറിയൻ ഫംഗ്ഷൻ അണ്ടത്തിൻ്റെ ഫംഗ്ഷനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അത് കുറേ പ്രശ്നങ്ങളും ഇൻഫെർട്ടിലിറ്റിയും അങ്ങനത്തെ പ്രോബ്ലംസിൽ എത്തിക്കാറുമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് ഇൻ ലൈഫിലും അതിൻ്റേതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് ഒരു ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെയും ഗൈനക്കോളജിസ്റ്റിൻ്റെയും അഡ്വൈസോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഫീമെയിൽസിൽ വരുന്നത്. അപ്പോൾ സ്ത്രീകളിലെ എപ്പിലെപ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബുദ്ധിമുട്ടുമാണ്. പുരുഷന്മാരിലെ എപ്പിലെപ്സി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് കാര്യമായിട്ട് അവരെ ബാധിക്കാറുമുണ്ട്.